ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. തേങ്ങയൊന്നും ചേർത്ത് അരക്കാതെ വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ചപ്പാത്തിയുടെയും പൂരിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗ്രീൻ പീസ് ഞാൻ രാത്രി കുതിർത്തിട്ട് രാവിലെയാണ് കേട്ടോ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മാക്സിമം ഒരു 7-8 മണിക്കൂറെങ്കിലും കുതിർത്തി ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴാണ് പെട്ടെന്ന് വെന്ത് കിട്ടുക. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. കറക്റ്റ് ഒരു കപ്പ് ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് മുറിച്ചിട്ടുള്ളത്, പിന്നെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വളരെ കുറച്ചൊരു 1/4 ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യാനുസരണം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം ഇതൊരു മുങ്ങിക്കിടക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിലൊക്കെ മതി. അപ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും. കാരണം നമ്മൾ രാത്രി മുഴുവൻ കുതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ 2-3 വിസിലൊക്കെ ധാരാളമാണ്. ഇപ്പോൾ കറക്റ്റ് ഒരു 3 വിസിൽ കഴിഞ്ഞ് പ്രഷർ പോയതിന് ശേഷമാണ് ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ലതുപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി കറി റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ഒരു 2 ഏലക്കയും 2 കറുവപ്പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പുമാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം അഥവാ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സവാളയുടെ അളവ് എന്ന് പറയുന്നത് ഒരു ചെറിയ സവാള തന്നെ ധാരാളമാണ്. അപ്പോൾ അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ സവാള ഒന്ന് സോഫ്റ്റായി വരുന്ന രീതിയിൽ, നല്ലപോലെ സോഫ്റ്റ് ആകുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടിയും വളരെ കുറച്ച് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ജസ്റ്റ് ആ പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ മാത്രം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെയുള്ള മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നെങ്കിൽ യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിക്ക് എത്രയാണോ ഗ്രേവി വേണ്ടതെന്നുള്ളത്. അപ്പോൾ 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കറിയെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവും. നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറിയുടെ പോലെ തന്നെ നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.